കേരള പോലീസിനോട് ഒരു കാര്യം പറയുകയാണ്. എല്ലാവരോടല്ല, കേരള പോലീസിൽ പെടുന്ന 10% പോലീസിനോടാണ്. നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ആ ജോലി ഏറ്റെടുത്തത് എന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടോ? അതായത് നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് സാലറിയായി ശമ്പളം തരുന്നത് എന്തിനെന്ന് നിങ്ങൾക്കറിയോ? പൊന്നുമക്കളെ, പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. കള്ളന്മാരെ പിടിച്ചകത്തിടുക, ന്യായത്തോടൊപ്പം നിൽക്കാം, അങ്ങനെയുള്ളവരാണ് പോലീസ്. ഇവിടെ പോലീസ് എടുക്കുന്ന പണി എന്താണ്? ഷാഫി പറമ്പിലിനും രാഹുലിനും ജയ് വിളിച്ചവരെ ഇടിച്ചടിക്കുകയാണ്. ആരാണ് ഇവർക്ക് അങ്ങനെ അടിക്കാൻ പെർമിഷൻ കൊടുത്തത്? എത്ര പേരാണ് പീഡനക്കേസിൽ പ്രതികൾ? എത്ര പേരാണ് കഞ്ചാവ് വിറ്റ കേസിൽ പ്രതികൾ? അവരൊന്നും അടിക്കാത്ത ഈ പോലീസ് സാറുമാർ വെറുതെ ഒരു ജയ് വിളിച്ചതിന് പോയി അടിക്കുകയാണ്. അടിക്കുന്ന ചില രംഗങ്ങൾ ആദ്യം ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി സാറുമാർക്ക് 2 എണ്ണം കൊടുക്കാനുണ്ട്. ഓക്കെ, പൊന്നുമക്കളെ, യുവന്മാർക്കൊരു ധാരണയുണ്ട്. യുവന്മാർ വലിയൊരു സംഭവമെന്ന്. പൊന്നാര കാപ്പികളെ, നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് സാലറി തരുന്നത് ഞങ്ങളാണ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം, അല്ലാതെ കൈക്കൂലി മേടിച്ച് നെറികെട്ട പണിയല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഈ ചങ്ങായി എന്ത് തെറ്റാണ് ചെയ്തത്? ഷാഫി പറമ്പിലും ജയ് വിളിച്ചതോ അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിലും ജയ് വിളിച്ചോ? അത് തെറ്റാണോ? ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും അതിനുള്ള അവകാശമില്ലേ? ഒരു കാര്യം പറയുകയാണ് പൊന്നാര സാറുമാരെ, എന്നെ അകത്തിട്ടാലും പ്രശ്നമില്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് വിളിച്ച് പറയും. കേരളത്തിലുള്ള എല്ലാ സാറുമാരും ഇങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 10% വെറും നാറികളാണ്. ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ഞാൻ 2 കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ പോലീസ്, ഈ സാറുമാരുടെ ഒരു ബുദ്ധി. അതായത് നല്ല തിരക്കിന് സമയത്ത് ചില ഹോട്ടലിലേക്ക് പോയ, ഹേയ് വാ ഒരു ചായ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഒരു 2 പൊറോട്ട. അതായത് തിരക്കിൻ്റെ സമയത്ത് യവന്മാർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. യവന്മാർ ആരാ? അതിനുശേഷം കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം 1 രൂപ പോലും തരാതെ യവന്മാർ മുങ്ങുകയാണ്. നാണവും മാനവും ഇല്ലാത്തവർ. നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പൈസ കൊടുക്കാത്തത്? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പോലീസ് വന്നാൽ പൈസ കൊടുക്കണ്ട, ഫ്രീക്ക് സാധനം കൊടുക്കണമെന്ന്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര സാറന്മാർ, ഇവിടെ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അവരൊന്നും പിടിക്കാതെ ഒരു സമരം ചെയ്തവരെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അടിക്കുന്നത്? നിങ്ങൾക്ക് കുടുംബമില്ലേ? കാപ്പി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു സംഭവമെന്ന് അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, നല്ല രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പോലീസ് സാറുമാറാക്കിയത്. ഓക്കെ, അല്ലാതെ വെറുതെ കണ്ടവന്മാർക്ക് അടിക്കാനും വെക്കാനും ഒന്നല്ല. ഭയങ്കര പ്രശ്നമാണ് യവന്മാരെ കൊണ്ട്. ഓക്കെ, പെട്രോൾ പമ്പിൽ പോയാൽ ഫ്രീക്ക് യവന്മാർക്ക് പെട്രോൾ കൊടുക്കണം. യവന്മാരുടെ തന്തയുടെ വകയാണ് പെട്രോൾ പമ്പ്. ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇനി ഭാവിയിൽ ചെയ്യാനും പോകുന്നില്ല, യവന്മാർക്ക് പേടിക്കാനും പോകുന്നില്ല. അതായത് വലിയ യവന്മാർ വിചാരിച്ചത് ഞങ്ങൾ പോലീസാണ്, ഞങ്ങൾ വലിയൊരു സംഭവം എന്ന്. ഒരു ഹെൽമെറ്റ് വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പൈസ ഫൈൻ ഇടണം. ശരിയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞ് ഉപ്പക്കും ഉമ്മക്കും വിളിക്കുകയാണ് യവന്മാർക്ക് ആരാണ് അങ്ങനെയൊക്കെ വിളിക്കാൻ ലൈസൻസ് കൊടുത്തത്? വലിയ പ്രശ്നമാണ് പൊന്നാര പോലീസ്. നിങ്ങളോട് പറയുകയാണ്, നല്ല ഇഷ്ടം പോലെ പോലീസുമാരുണ്ട്. അതായത് റോഡ് സൈഡിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നു, ഓടി വന്ന് വെള്ളം കൊടുക്കുന്നു. ഇഷ്ടം പോലെ നല്ല നല്ല സാറന്മാരുണ്ട്. അവരുടെ വില കളയാനായി ഇവരെ പോലെയുള്ള വൃത്തികെട്ടവർ, ഒരു 10% വരുന്ന വൃത്തികെട്ടവർ, കൈക്കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിൽ സത്യസന്ധമായ ഇഷ്ടം പോലെ ഓഫീസർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, അതായത് പൊന്നാര സാറുമാരെ, നിങ്ങളുടെ വിചാരമുണ്ട് നിങ്ങൾ വലിയൊരു സംഭവമെന്ന്. എവിടെ പോയാലും നിങ്ങൾക്ക് ഫ്രീ ആയി തരണം. ഹോട്ടലിൽ കയറിയാൽ ഫ്രീ ആയി, ഹോട്ടലിൽ പോയാൽ ഫ്രീ ആയി. നിങ്ങൾ ആരാ? മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കണം ഞങ്ങളെപ്പോലെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഈ സാറുമാർ ചെയ്തത് വളരെ വളരെ തെറ്റാണ്. അതിന് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.